എല്ലാവരും ഓടാൻ പോയത് നന്നായി. നാറിയിട്ട് പാടില്ല. കുളിച്ചിട്ട് 4 ദിവസമായി. ആ ജഡ്ജി ഗോതർമ്മ വരുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ ഇന്നും കുളി മുടങ്ങും. ഈശ്വര, കുളി തെറ്റിക്കല്ലേ. ബാത്റൂമാണെന്ന് വിചാരിച്ച് കയറിയതാ. അല്ല മാരിയോ, ഇതിനകത്ത് ആര് താമസിക്കുന്നത്? ഹലോ, കവന്നെടുത്ത് ഉറങ്ങിയാണോ? എന്താ മുടി, തലമുടി, താടി, ഇതിനകത്ത് എന്താ ബാർബറാണോ താമസിക്കുന്നത്? താടി, മുടി, താടി, മുടി, താടി, മുടി, താടി, മുടി. എവിടുന്ന് ഒരു മുദ്രാവാക്യം വിളി? കഥ കടച്ചതാണെങ്കിൽ ഞാൻ കാറ്റ് തുറന്നായിരിക്കും. ഈശ്വര, ആരും കാണാതിരുന്ന അയ്യോ. താടി, മുടി, താടി, മുടി, അത് വേറെ എടോ, അത് മറത്ത ചത്തു. താടി, മുടി, താടി, മുടി. എന്റെ ഈശ്വര, ഈ പണ്ടാറക്കണ്ണ് കൊണ്ടിടാൻ കണ്ട സ്ഥലം. ദൈവമേ, എന്റെ ഈശ്വര, പിടിക്കപ്പെട്ടു. കീഴടങ്ങുന്ന നല്ലത്. ഇനി എന്താ ഒരു വഴി? തട്ടിപ്പോയോ? ദൈവമേ, വടിയായെന്ന് തോന്നണേ. പോലീസുകാരൻ ചത്താനും കുഴപ്പമില്ല, എന്റെ ജീവൻ കിട്ടിയില്ലോ. വാതിലല്ലേ ഈശ്വര, അയ്യോ കാണാൻ. അടുത്ത വേദാളം. മിസ്റ്റർ നായർ, വാതിൽ തുറക്കൂ. തുറക്കില്ല. ഇത് ഞാനാ, ഗോദവർമ്മ. വാതിൽ തുറക്കൂ. ഏത് ഗോതമ്പ് വർമ്മയിലും ഞാൻ വാല് തുറക്കില്ല. എനിക്ക് സുഖമില്ല. ഞാൻ ഗോദവർമ്മയാ. ഗോതവർമ്മയുടെ അപ്പം വന്നാലും വാല് തുറക്കൂല. അയ്യോ, വേഗം വാതിൽ തുറക്കൂ, അത്യാവശ്യമാ. മിസ്റ്റർ നായർ, മിസ്റ്റർ നായർ വാതിൽ തുറക്കുന്നില്ല. അയാൾക്ക് സുഖമില്ല. സൂക്ഷിക്കണം, അയാൾക്ക് വട്ടേ. എടാ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. സുന്ദരേശ, കണ്ടുകൂടെ കേശവ, ഓടി വാടാ. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് വട്ടായി. എനിക്കല്ല വട്ട്, നായക്ക. അയാൾ അകത്തോട്ട്. വാതിൽ തുറക്കുന്നില്ല. ഒന്ന് മാറി, എല്ലാവരും മാറി മാറി മാറി. ദൈവം, ഇവിടെ കേറാനൊരു കുന്തമില്ലേ? ഒന്നും കാണും കുമ്പത്തേക്കോ തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഗുണം ഉണ്ടാകട്ടെ. ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിയോടോ പോയിട്ട് പിടിക്കോടെ നോക്കിക്കാതെ. എന്ത് പറ്റി മിസ്റ്റർ നായർ? എടാ, എന്റെ താടി മുടി ആ ഭ്രാന്തന ഒടുക്കം പിടിക്കാനായിട്ട് എടുത്തോണ്ട് പോയി. എങ്ങോട്ട്? പ്രാർത്ഥനാ മുറിയിൽ ലൈറ്റ് തൂക്കിയിട്ടിട്ടില്ലേ, അതിനകത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഒന്ന് പോയി എടുത്തോണ്ട് വാടാം. മിസ്റ്റർ നായർക്ക് സുഖമില്ല. എന്റെ അപ്പനെ സുഖമില്ലാത്ത അവന്റെ അപ്പന്റെ അസുഖം തന്നെയാണ്, പേടിക്കണ്ട. മിസ്റ്റർ നായർക്ക് സുഖമില്ല. മരുന്ന് എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. ഏനി മാറ്റല്ലേ. മരുന്ന് മാറിക്കോ. ഏണിക്കോ കുമ്പട്ടിക്കടോ, നാട് കാല് നിക്കടോ. അപ്പൊന്ന് പിടിച്ചോ. എടോ ലോകിനായനെ, എന്നാ മരുന്ന് പിടി. എന്തായി? നിന്റെ താടിയിട്ട ലേറ്റ് പൊക്കത്തിലാ, കൈ എത്തുന്നില്ല. ഇന്ന് രാത്രി എടുക്കാം. ഇന്ന് മുഴുവൻ അസുഖമെന്ന് പറയാം. എന്റെ ദൈവമേ, മരുന്ന് കഴിച്ചാൽ ഒരു ദിവസം എടുക്കും നോർമൽ ആവാൻ. അതുവരെ ആരും ശല്യപ്പെടുത്തരുത്. നമുക്ക് വല്ല ഡോക്ടറെയും കാണിക്കാം. അയ്യോ, വേണ്ട. എല്ലാവരും പറഞ്ഞല്ലേ, ഇന്നാൾ ഇതുപോലെ അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ കാണിച്ചതാ. ആ ഡോക്ടറെ കൊന്നു. എന്ത് ചെയ്യും? സാരമില്ല, നാളെ എല്ലാം ശരിയായിക്കോളും. എന്റെ മുറി ഇന്നൊരു ദിവസത്തേക്ക് വേറെ മുറി തരാം. വേണ്ട, എനിക്ക് പെർമനന്റ് ആയിട്ട് വേറെ മുറി മതി. ഓക്കെ, എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി കുളിച്ച് പ്രാർത്ഥനകളിലേക്ക് വരും. എല്ലാരും പിരിഞ്ഞു. ഈ വാതിന്റെ മുമ്പ് പോലെ എല്ലാരും സാർ, ഇയാളെന്താ പോകാത്തത്? ഹലോ, നിങ്ങൾ പോണം. ഓടോ വട്ടെ. ആരാ ഇതിനകത്ത്? നിന്റെ അമ്മയുടെ നായര്. ഓടപ്പുല്ലേ. ഓ, അച്ഛനാ, മൈ ഫാദർ. അത് ശരി.
എന്റെ ദൈവമേ, എന്നെ കാണാൻ ഒളിച്ചു വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വാതിലേ തുറന്നു തരുമായിരുന്നു. വരൂ ഡാനിയൽ. അവനെ കോർപ്പറേഷൻ വണ്ടി കൊണ്ടുപോയല്ലോ. ഭാര്യരല്ലേ? അതെ. ഞാനൊരു കല്യാണാലോചനയുമായി വന്നതാ. എനിക്കോ? ഛേ, നിങ്ങളെ മോൾ ഒരു നല്ല കാര്യം പറയുമ്പോ വായം പൊളിച്ചു നിൽക്കുന്നോ? അല്ല, താങ്കൾ തന്നെയാണോ വരൻ? ഛേ, എന്റെ സാറാ. ഓ, ഈ ഏരിയയിൽ ചാർജ് എടുക്കാൻ വന്ന പുതിയ പോലീസ് ഓഫീസറാ. പുള്ളിക്കാരൻ നിങ്ങളുടെ മോളെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടം. ഞാൻ മാക്സിമം പാരവച്ചു, നടക്കുന്നില്ല. പുള്ളിയുടെ ഇഷ്ടം അതാണെങ്കിൽ ഞങ്ങൾ അങ്ങ് നടത്തി കൊടുക്കാന്ന് കരുതി. ദാ ഫോട്ടോ, അഡ്രസ് എഴുതിയിട്ടുണ്ട്. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഞങ്ങൾ കുറച്ച് കാരണവന്മാർ അടുത്ത് തന്നെ വരും. വരട്ടെ. അച്ഛൻ കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട് ആള്? കൊള്ളാം, നല്ല സെലക്ഷൻ. നാണം അതുകൊണ്ടാ. മിടുക്കനാ, വിട്ടുമിടുക്കൻ, സുന്ദരനാ. കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ. കുട്ടിയെ നോക്കണ്ട. കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ വിടുക്കല. കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തിട്ട ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാലുണ്ടല്ലോ. ഭയങ്കര നാടൻ കുളിക്കുക. മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാണമെന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യമാ. അങ്ങനെ പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോ എന്ന് പോയി അച്ഛനെ കിടന്ന് ഉറങ്ങ. പൊടർന്ന് കാണും. ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇല്ല, ഉറങ്ങി ഉറങ്ങ. ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അവിടെയാണ്. അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ ആവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ചതിച്ചോ? ആഹാ, എന്താണ് തുണിഞ്ചാരി? എവിടെ നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ എടുക്കണ്ട. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അത് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാ താനും നോക്കണോ? ഒന്ന് നിന്നേ. അത് എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾ കണ്ടേ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വിലപിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ. എവിടെ? അവിടെ. എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു പ്രൊമോഷൻ വേണ്ടോ? ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. ഇറങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോടാ നിരക്കാൻ. വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി തരുകയാണ്. ഞാനിപ്പോ വടിയായാനെ. ഇല്ലടാ അവിടെ. അയ്യോ,
അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കണ്ടില്ല. അവനെവിടെ? ഏതവൻ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്റെ അയ്യോ. മുറി കയറി എന്ന് തോന്നിവാസം പറയും. അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഒന്ന് അയ്യോ, കണ്ടില്ല. ഓടി വായോ, ഏ, പെണ്ണുപിള്ള. ഓടി വായോ. ഏ, കളി, കളി. അയ്യോ. എന്താ ഇത്? എന്താ എന്ത് പറ്റി? ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് നോക്കി. മിസ്റ്റർ, മുകളിൽ നിന്നിലെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാണ്. താനാ കള്ളൻ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ മാഡം, പിന്നെ എന്താ 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 പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറുന്നിടത്തെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. അടിച്ചതിന്റെ ചപ്പക്കുറ്റി ഞാൻ നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. ഏതവൻ? അവൻ ഇയാൾക്ക് വട്ട. പട്ടന്റെ അപ്പനാടാ പുല്ല. മിനിസ്റ്ററുടെ ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെയാണെന്നുള്ള വിവരം നമുക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു രോഗിയുമില്ല. അയ്യോ ഇമ്മാതിരി കുരുത്തകൾ കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിൽ പുറത്താക്കി വാതി ഇറക്കാൻ വേണ്ടത്. അതാ വേണ്ടത്. പണി കണ്ട പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ ചതിക്കരുത് കൂട്ടുകാരെ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. ഇടവിളിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. അച്ഛൻ ഇയാളെ പിടിച്ച് അയ്യോ പുറത്താക്കി. പുറത്താക്കാൻ വരട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. അങ്ങ് പുറത്ത്. അയ്യോ പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ദാ, ഡാനിയലേ, ഏത് നായ്ക്ക് ഒരു ദിവസം വരുവടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി ഇടാ, അവിടെ നിന്നാ. ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നിർത്താൻ കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ശബ്ദം ഉണ്ടാക്കില്ല. ഓടി ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടുതൽ തന്നെ. ശബ്ദം ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൻ. നല്ല പറ. ആരോളാ? അർദ്ധരാത്രി മതില് ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റുകൊള്ളാൻ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണുമല്ലോ. എന്നിട്ടും വേണോ ഈ ഇളക്കം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഇങ്ങേരാ. ഇങ്ങനെ ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. Shut up. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. അയാളെ പറ്റിപ്പോയതാ. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ. ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ. പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ആ, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ലേ? ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോണം. ഏ? നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഏ? എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? അയ്യോ ചാലസുന്ദരം. ചാലുകൈ കുളിർക്കുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീണ്ടത് ആലുവ പുഴയിൽ അമ്പുജാക്ഷി. ആരും പറഞ്ഞ ഞാൻ പറയാം.